നിനക്കായി മാത്രം അവസാന ഭാഗം. അവൻ പറഞ്ഞതുപോലെ 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ഹരിയുടെ കാർ വീട്ടിലേക്ക് കയറി വന്നിരുന്നു. വീടിൻ്റെ മുറ്റത്ത് മറ്റൊരു കാറ് കിടക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെയാണ് പുറത്തേക്കിറങ്ങിയത്. അവൻ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ അതേ സമയം തന്നെ വൈഗ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. പതുക്കെ വാ, എന്താ ഇത്? ഓടി വരുന്നവളെ അവൻ പിടിച്ചു നിർത്തി. ഹരിയേട്ടാ, അച്ഛൻ അച്ഛൻ ഓടി വന്നതുകൊണ്ട് തന്നെ അവൾക്ക് സംസാരിക്കാനുള്ള ശ്വാസം കിട്ടുന്നില്ലായിരുന്നു. അവൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മുഴുവനാക്കാൻ കഴിയാതെ വന്നതും അവൾ അച്ഛൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് കൈ ചൂണ്ടി. അവളെ മാത്രം ശ്രദ്ധിച്ചതുകൊണ്ട് അവരെയൊന്നും ഹരി കണ്ടിട്ടില്ലായിരുന്നു. ഒരു നിമിഷം അയാളെ അവിടെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ ഹരിയുടെ കണ്ണുകൾ അത്ഭുതത്തോടെ ഒന്ന് വിടർന്നുപോയി. നമ്മളെ കാണാൻ വന്നതാ. കിതപ്പൊന്നടങ്ങിയതും വൈകി അവനോട് പറഞ്ഞു. അവൻ അവളെ കണ്ണ് വിടർത്തി നോക്കി. എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ വീട്ടിലേക്ക് കയറി വന്നതല്ലേ എന്ന് കരുതി ഹരി അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അച്ഛനും അമ്മയും വന്നിട്ട് നീ എന്താ അവരെ അകത്തേക്ക് കയറ്റി ഇരുത്താത്തത്? ഞാൻ അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞതാ ഹരിയേട്ടാ. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഹരിയേട്ടൻ വന്നിട്ടാകാമെന്ന് പറഞ്ഞ് പുറത്ത് തന്നെ നിന്നതാ. ഹരി ചോദിച്ചതും വൈഗ അവനെ നോക്കി പറഞ്ഞു. വൈഗ പറഞ്ഞതും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നത് ഹരിക്ക് മനസ്സിലായിരുന്നു. അവൻ പുഞ്ചിരിയോടെ തന്നെ അവരുടെ അടുത്തേക്ക് നടന്നു. ഇവിടെ തന്നെ നിൽക്കാതെ രണ്ടുപേരും അകത്തേക്കിരിക്കെ. ഹരി പറഞ്ഞതും സുധീരൻ അവനെ ഒന്ന് നോക്കി. വല്ലാത്തൊരു തലയെടുപ്പാണ് അവനെന്ന് തോന്നിപ്പോയി അയാൾക്ക് ആ നിമിഷം. ആരുടെയും മുഖത്ത് നോക്കി എന്ത് കാര്യങ്ങളും വെട്ടിത്തുറന്ന് സംസാരിക്കാനുള്ള ചങ്കൂറ്റവും ധൈര്യവും ആണത്തവും അവനുണ്ടെന്ന് മനസ്സിലാക്കിയതാണ് താൻ. ഒരു നിമിഷം അവനിൽ അയാൾ തന്നെ കണ്ടുപോയി. ഹരി അയാളെ അകത്തേക്ക് വിളിച്ചതും ഗൗരവത്തോടെ ഒന്ന് മൂളിക്കൊണ്ട് അച്ഛനും അമ്മയും വീടിനകത്തേക്ക് കയറി. അത് കണ്ടതും വൈഗ സന്തോഷത്തോടെ അടുക്കളയിലേക്ക് അവർക്ക് കുടിക്കാനും കഴിക്കാനും ഉള്ളതൊക്കെ എടുക്കാനായി ഓടി. ഇത് താൻ സ്വന്തമായിട്ട് വാങ്ങിയ വീടാണ് അല്ലേ? ആ വീട് മുഴുവനൊന്നാകെ കണ്ണോടിച്ചുകൊണ്ട് സുധീരൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ അതേ എന്ന രീതിയിലൊന്ന് മൂളി. താൻ ഈ ശ്വാസം ഒന്ന് വിട്. ഞാനിപ്പോൾ ഒരു പ്രശ്നത്തിന് വേണ്ടി വന്നതൊന്നുമല്ല. മകളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒന്നും ചെയ്തു കൊടുക്കാനാകാത്തൊരച്ഛനാണ് ഞാൻ. ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച തെറ്റ് എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഈ ഒരു കാര്യത്തിൽ അവളെടുത്ത തീരുമാനം ശരിയാണെന്ന് എനിക്ക് ഇത്രയും സമയം കൊണ്ട് മനസ്സിലായി. സോഫയിലേക്കിരുന്നു കൊണ്ട് അച്ഛൻ പറയുന്നത് കേട്ടതും ഹരിയുടെ മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി വന്ന് വീണ സന്തോഷവും സമാധാനവുമായിരുന്നു. അടുക്കളയിൽ നിന്ന് ജ്യൂസുമായി വരികയായിരുന്ന വൈഗയും അത് കേട്ടിരുന്നു. ഇങ്ങനൊരു കാര്യം അച്ഛൻ അങ്ങനെ തുറന്നു പറയുമെന്ന് പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്കും ആ വാക്കുകൾ അത്ഭുതകരം തന്നെയായിരുന്നു. ഒടുവിൽ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഹരിയും അച്ഛനും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു ബന്ധം തന്നെ അവിടെ ഉടലെടുത്തിരുന്നു. അങ്ങനെ എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്ന നേരത്താണ് മുറ്റത്തേക്ക് വീണ്ടും ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നത്. വൈഗ ഇപ്പോൾ ആരാണ് വന്നിരിക്കുന്നതെന്ന രീതിയിൽ ഹരിയെ ഒന്ന് നോക്കി. അവൻ ചിരിക്കുന്നത് കണ്ടതും കുറച്ചു മുൻപ് അവൻ പറഞ്ഞ സർപ്രൈസ് ഇതായിരിക്കും എന്നവൾ ഊഹിച്ചു. ഹരി വേഗം മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. പുറത്ത് വന്നിരിക്കുന്ന ആളെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നതും എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. അകത്തിരിക്കുന്നവരെ കണ്ടപ്പോൾ അയാൾക്കും അത്ഭുതം തന്നെയായിരുന്നു. ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് വൈഗ വേഗം തന്നെ വൈശാഖിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. അവനെ ചുറ്റിപ്പിടിച്ചു. അവനും അവളെ തിരികെ ചേർത്ത് പിടിച്ചു. രണ്ടുപേരുടെയും കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. അത് ഏട്ടനും അനിയത്തിയും തമ്മിലുള്ള കാര്യമായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആരും അവരുടെ ഇടയിലേക്ക് ഇടപെടാൻ ചെന്നില്ല. അവിടെ നിന്ന് തന്നെ രണ്ടുപേരും എന്തൊക്കെയോ പറയുന്നതും കരയുന്നതും ചിരിക്കുന്നതും അവളുടെ മുഖം അവൻ തുടച്ചു കൊടുക്കുന്നതുമൊക്കെ അച്ഛനും അമ്മയും ഹരിയും ലിവിങ് ഏരിയയിലിരുന്ന് തന്നെ കണ്ടിരുന്നു. ഇനി അകത്തേക്ക് വാ, മതി. അമ്മ അവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞതും അവളെ തോളിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് വൈശാഖ് നേരെ ലിവിങ് ഏരിയയിലേക്ക് വന്നു. ഹരി ഓഫീസിൽ ചെന്ന് അച്ഛനെ കണ്ട് സംസാരിക്കണം എന്ന് കരുതിയാണ് പോയിരുന്നത്. പക്ഷേ അവിടെ അന്നേരം വൈശാഖാണ് ഉണ്ടായിരുന്നത്. പറയാനുള്ള കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞ് സംസാരിച്ച് വന്നപ്പോൾ അവൻ്റെ ഉള്ളിലും ഇപ്പോൾ അങ്ങനെയുള്ള ദേഷ്യങ്ങളൊന്നും ഇല്ല എന്ന് ഹരിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അങ്ങനെ അവനോടൊന്ന് വീട് വരെ വരാൻ പറ്റുമെങ്കിൽ വന്ന് വൈഗയോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഹരി പോകുന്നത്. അതുകൊണ്ടാണ് വിളിച്ചപ്പോൾ അവൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് താൻ പറഞ്ഞതും. പക്ഷേ അച്ഛനും അമ്മയും ഇവിടെ വന്ന് അതിലും വലിയൊരു സർപ്രൈസ് നൽകും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. എല്ലാം പറഞ്ഞവസാനിപ്പിച്ച് പ്രശ്നങ്ങൾക്കൊക്കെ ഒരറുതി വരുത്തി നല്ല രീതിയിലുള്ളൊരു സ്നേഹബന്ധം അവിടെ ആ സമയം കൊണ്ട് ഉടലെടുത്തിരുന്നു. ശരിക്കു പറഞ്ഞാൽ തൻ്റെ മകൾക്ക് ഹരിയെപ്പോലുള്ളൊരു ഭർത്താവിനെ വേറെ എവിടെ അന്വേഷിച്ചാലും കിട്ടില്ല എന്നുള്ളത് ബോധ്യമാകുന്ന സമയമായിരുന്നു അത്. തങ്ങളുടെ ചിന്തകളിലുണ്ടായിരുന്ന ഹരിനാരായണനും ശരിക്കുള്ള ഹരിനാരായണനും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുകയായിരുന്നു അന്നേരം. അതവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് മറ്റെന്തിനേക്കാളും ഉപരി വൈഗയുടെ മുഖത്തെ സന്തോഷവും അവളുടെ മുഖത്തെ തെളിച്ചവും തന്നെ ധാരാളമായിരുന്നു. പിന്നീടങ്ങോട്ട് പോകെയുള്ള നാളുകളിൽ അച്ഛനും അമ്മയും വൈശാഖും ഒക്കെ ഹരിയെക്കുറിച്ച് കൂടുതൽ അടുത്തറിയുകയായിരുന്നു. അല്ലെങ്കിലും മകളെ പിരിഞ്ഞു നിന്ന ഈ 3 മാസം കൊണ്ട് തന്നെ ഹരി എന്താണെന്ന് അവർ മനസ്സിലാക്കിയതാണ്.
വൈഗയുമായി അവൻ മുംബൈയിലേക്ക് പോയത് അറിഞ്ഞിരുന്നു. അങ്ങനെ പോയി എന്നറിഞ്ഞപ്പോഴും അച്ഛൻ അവളോട് ദേഷ്യം തന്നെയായിരുന്നു. പക്ഷേ അധികം നാൾ കാണാതിരിക്കാനാവില്ലെന്നുള്ളത് താൻ തന്നെ തിരിച്ചറിഞ്ഞ കാര്യമാണ്. മുംബൈയിലാണെന്നറിയാം, പക്ഷേ എവിടെയാണെന്ന് വിചാരിച്ച് പോകാനാണ്. അതുകൊണ്ട് അങ്ങനെയൊരു സാഹസത്തിന് മുതിർന്നില്ല. എങ്കിലും മകൾ തിരികെ നാട്ടിലേക്ക് വന്നപ്പോൾ അവളെ കണ്ടപ്പോൾ അത്ഭുതം പോലെയാണ് തോന്നിയത്. അവളുടെ മുഖത്തെ തെളിച്ചം മുഖത്ത് മാത്രമല്ല, ശരീരത്തിലും അത് പ്രകടമായിരുന്നു. ഇവിടുന്ന് പോയതിലും നല്ല രീതിയിൽ വണ്ണമൊക്കെ വെച്ച് തുടുത്ത് നല്ല ഭംഗിയായിട്ടാണ് അവൾ മുംബൈയിൽ നിന്ന് തിരികെ വന്നിരുന്നത്. അതിൽ നിന്ന് തന്നെ ഹരിയുമായിട്ടുള്ള ജീവിതം അവൾ അത്രയും ആഗ്രഹിച്ചിരുന്നുവെന്നും അവൾ അത് എത്രത്തോളം ആസ്വദിക്കുന്നുവെന്നും മനസ്സിലാക്കിയതാണ്. അതിൽ പിന്നെയാണ് ഹരിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഹരി തങ്ങൾ വിചാരിക്കുന്നതിലും നിന്നും ഒത്തിരി വ്യത്യസ്തനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അവൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആളുകൾ പറഞ്ഞറിഞ്ഞു. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവനോടൊരു സഹതാപമാണ് തോന്നിയത്. എങ്കിലും അതിലുപരി അവനോട് ബഹുമാനമാണ് തോന്നിയത്. കാരണം ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ ഏതൊരു ആൺകുട്ടിക്കും ആഗ്രഹിക്കാൻ പോലും കഴിയാത്ത അത്രയും കാര്യങ്ങൾ സ്വന്തമായി നേടിയിരിക്കുന്നു. അതും ഒരാളുടെ പോലും സഹായമോ സപ്പോർട്ടോ ഇല്ലാതെ. അത് ശരിക്കു പറഞ്ഞാൽ ഒരത്ഭുതം തന്നെയാണ്. വൈഗ തിരഞ്ഞെടുക്കുന്നത് ഒരു തെറ്റായ വ്യക്തിയെയാണ് എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ലെന്നുള്ളത് കാലം തന്നെ തെളിയിച്ചു. ഇനിയിപ്പോൾ എന്തിനാണ് ഇങ്ങനെ ദേഷ്യവും വാശിയും വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കരുതിയാണ് അവളെ കാണാൻ ഇങ്ങോട്ട് വന്നത്. അവളായിട്ട് അങ്ങോട്ട് വരില്ല എന്നുറപ്പായിരുന്നു. കാരണം അവളുടെ വാശി അത്രത്തോളം ഉണ്ടെന്നുള്ളത് താൻ മനസ്സിലാക്കിയതാണ്. അങ്ങനെ സ്വസ്ഥവും സമാധാനപരവുമായിട്ടുള്ള ജീവിതം. വൈഗയുടെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് രമ്യതയിലായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അവൾ വീട്ടിൽ പോയി നിൽക്കാറുണ്ട്. ഹരിക്കും അതിൽ എതിർപ്പൊന്നുമില്ല. അങ്ങനെ വൈഗയുടെ അവസാന വർഷത്തിലെ അവസാന പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈഗയെ കൂടെ കൂട്ടിയതിൽ പിന്നെ അന്ന് പോയതിനു ശേഷം ഹരി പിന്നെ മുംബൈയിലേക്ക് പോയിട്ടില്ല. അങ്ങോട്ട് പോകുന്ന എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ തന്നെ അത് പരമാവധി അവൻ ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ഏതെങ്കിലും അസിസ്റ്റന്റിനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കും അവൻ. പക്ഷേ ഈ തവണ ഹരിയെ തേടിയെത്തിയിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഫോട്ടോഷൂട്ടാണ്. ഇന്ത്യയിൽ തന്നെ ഒരു വലിയ ജേണലിൻ്റെ കവർ പേജ് ഹരിയോടാണ് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ചെയ്യേണ്ടത് സിക്കിമിലാണ്. ഹരിക്ക് ഇത് ചെയ്യണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമുണ്ട്. വേണമെങ്കിൽ ആരെയെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ച് അത് ഒഴിവാക്കാനാവുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് താൻ തന്നെ ചെയ്യണം എന്നൊരാഗ്രഹം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അവൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വൈകി അതിന് എതിർപ്പൊന്നും പറഞ്ഞില്ല. അവൾ വീട്ടിൽ നിന്നുകൊള്ളാമെന്നും അവനോട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ പോയിക്കോളാനും അവൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഏകദേശം 3 ആഴ്ച കഴിഞ്ഞിട്ടേ അവന് തിരികെ എത്താൻ കഴിയുള്ളൂ. അത്രയും നാൾ പിരിഞ്ഞിരിക്കുന്നതിനുള്ളൊരു വിഷമം രണ്ടുപേരുടെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ടും ഇന്ന് വരെ ഒരു ദിവസം പോലും ഇരുവർക്കും പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. അതുകൊണ്ട് ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. വൈഗ സ്വന്തം വീട്ടിലേക്ക് പോയാലും വൈകുന്നേരം തിരികെ ഹരിയുടെ അടുത്തേക്ക് തന്നെ എത്തും. അല്ലെങ്കിൽ ഇടയ്ക്ക് അവൻ അവിടെ പോയി നിൽക്കും. അല്ലാതെ ഇന്ന് വരെ രണ്ടുപേരും ഒരു ദിവസത്തിൽ കൂടുതൽ പിരിഞ്ഞിരിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈയൊരവസ്ഥ എങ്ങനെ മറികടക്കും എന്നുള്ളത് രണ്ടുപേരുടെ മുൻപിലും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലകൊണ്ടു. വൈശാഖാണ് ഹരിയെ എയർപോർട്ടിലേക്ക് ആക്കി കൊടുക്കുന്നത്. മുംബൈയിലേക്ക് പോയി അവിടെ നിന്ന് ശ്രീറാമിൻ്റെ കൂടെയാണ് തിരികെ സിക്കിമിലേക്ക് യാത്ര ചെയ്യുന്നത്. എയർപോർട്ടിലേക്ക് വൈകിയോട് വരണ്ടെന്ന് തന്നെ പറഞ്ഞു. എങ്കിലും അവൻ കാറിലേക്ക് കയറിയപ്പോൾ അവനോട് യാത്ര പറയുന്നത് അവളെ സംബന്ധിച്ച് വേദനയേറിയ കാര്യം തന്നെയായിരുന്നു. ഉള്ളിൽ 1000 മുള്ളുകൊണ്ട് കുത്തുന്ന വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലും പുഞ്ചിരിയോടെ തന്നെയായിരുന്നു അവൾ അവനെ യാത്ര അയച്ചത്. അവൻ പോകുന്ന കാറ് കൺമുൻപിൽ നിന്ന് മറഞ്ഞതും പൊട്ടിവന്ന കണ്ണുനീർ അടക്കി നിർത്താനാകാതെ അവൾ മുറിയിലേക്ക് ഓടിക്കയറിയിരുന്നു. ദിവസങ്ങൾ യുഗങ്ങൾ പോലെയായിരുന്നു മുന്നോട്ട് പോയത്. അവിടെ എത്തി ചില ദിവസങ്ങളിൽ ഹരിക്ക് അവളെ ഒരു തവണ പോലും വിളിക്കാനാവാത്ത അവസ്ഥ വരെ വന്നിട്ടുണ്ട്. എങ്കിലും അവൾക്ക് പരിഭവങ്ങളോ പരാതികളോ ഉണ്ടായിരുന്നില്ല. അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി അവൾ അവനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. രണ്ടുപേരും അടുത്തില്ലാത്തതിൽ അവർക്ക് രണ്ടുപേർക്കും വിഷമമുണ്ടായിരുന്നു. എങ്കിലും അത് പരസ്പരം പങ്കുവെക്കാറില്ലായിരുന്നു. അവൻ വിളിക്കുന്നത് കാത്തിരിക്കും വൈഗ. അവൻ പോയതിനിടയ്ക്ക് അവളുടെ റിസൾട്ട് വന്നിരുന്നു. അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി തന്നെയാണ് പാസ്സായിരിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ഹരി ഇന്നാണ് തിരികെ വരുന്നത്. വൈശാഖിനും അച്ഛനും മാത്രമാണ് അവൻ വരുന്നത് അറിയാവുന്നത്. വൈഗയോടും അമ്മയോടും പറഞ്ഞിട്ടില്ല. ഇനി അമ്മയോട് പറയുകയാണെങ്കിൽ അതെങ്ങനെ പോയാലും അമ്മ അവളോട് പറയുന്ന ഉറപ്പാണ്. അതുകൊണ്ടാണ് അമ്മയോടും പറയാതിരുന്നത്. മുംബൈയിലേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് കേരളത്തിലേക്ക് വരുന്നത്. ഫ്ലൈറ്റ് രാത്രിയാണ് ലാൻഡ് ചെയ്യുന്നത്. വൈശാഖ് കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിയിരുന്നു. എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രയിൽ ഹരി വല്ലാത്ത എക്സൈറ്റഡ് ആയിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം അവളെ കാണാൻ പോകുന്നതിലുള്ള ആകാംക്ഷയായിരുന്നു ഹരിയിൽ. രാത്രി ഏകദേശം 9 മണി ആയിട്ടുണ്ട്. വിച്ചു ആണെന്ന് തോന്നുന്നു. ഹാളിൽ TV കണ്ടിരിക്കുകയാണ് അച്ഛനും അമ്മയും വൈഗയും. അതിനിടയിൽ മുറ്റത്ത് വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും അമ്മ പറഞ്ഞു. എല്ലാം അറിയാമെങ്കിലും സുധീരൻ അനങ്ങിയില്ല. വാതിൽ തുറന്നു കൊടുക്കാൻ വേണ്ടി വൈഗ വാതിൽക്കലേക്ക് നടന്നു.
വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. ഇന്നലെ വിളിച്ചപ്പോൾ കൂടി ഇനിയും ഒരാഴ്ച കഴിയും വരാമെന്ന് പറഞ്ഞ് വിഷമത്തോടെ ഫോൺ വെച്ചതാണ്. ഹരിയേട്ടാ. അവളുടെ കണ്ണുകൾ വിടർന്നു. പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ല. മനസ്സാകെ കലങ്ങി മറിയുന്നു. അവൾ കണ്ണുകൾ വിടർത്തി അവനെ തന്നെ നോക്കി നിന്നു. വാവേ. അവൻ അവളുടെ കവിളിൽ ഒന്ന് തട്ടി. ഞെട്ടലോടെ അവൾ കണ്ണ് ചിമ്മി തുറന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? വൈകി അവനെ കണ്ണിമ്മ ചിമ്മാതെ നോക്കി നിൽക്കുന്നത് കണ്ട് ഹരി അവളുടെ കവിളിലൊന്ന് തൊട്ടുകൊണ്ട് ചോദിച്ചു. പക്ഷേ ഉള്ളിൽ തിങ്ങി നിറഞ്ഞ സന്തോഷം കൊണ്ടോ പെട്ടെന്ന് അവനെ കണ്ട എക്സൈറ്റ്മെൻറ്റ് കൊണ്ടോ എന്തോ അവൾക്ക് സംസാരിക്കാനാവുന്നില്ലായിരുന്നു. തൊണ്ടക്കുഴിയിൽ എന്തോ വന്ന് തിങ്ങി നിൽക്കുന്നത് പോലെ. പക്ഷേ അതേ നിമിഷം തന്നെ കണ്ണുകളിലേക്ക് ഇരുട്ട് പടർന്നു കയറുന്നത് വൈകി അറിഞ്ഞിരുന്നു. കാലുകൾക്ക് നിൽക്കാൻ കഴിയാത്തതുപോലെ ബലം ക്ഷയിച്ചു പോകുന്നു. നിലത്തേക്ക് വീണു പോകുന്നതിന് മുൻപ് ഹരിയെ പിടിച്ചു നിൽക്കാനെന്ന പോലെ അവൾ മുന്നിലേക്ക് കൈനീട്ടി. വാവേ. എല്ലാവരും അവളെ ഒരുപോലെ വിളിച്ചു. ഹരി അവളെ താഴേക്ക് വീണു പോകാതെ താങ്ങി നിർത്തി. എല്ലാവരും അവളുടെ അടുത്തേക്ക് ഓടിയെത്തി. പെട്ടെന്ന് അവൾ അങ്ങനെ വീണതും ഹരിയാകെ വല്ലാതെയായി പോയിരുന്നു. വല്ലാതെ ആഗ്രഹിച്ച് അവളെ കാണാൻ ആഗ്രഹിച്ചു വന്നതാണ്. പക്ഷേ അതിങ്ങനെയായി. ഹരി അവളെ ഇരു കൈയിലുമായിട്ടെടുത്ത് ഹാളിലെ സോഫയിലേക്ക് കിടത്തി. അമ്മ ഓടിപ്പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു. വെള്ളം ഒന്ന് മുഖത്തേക്ക് തളിച്ചപ്പോൾ തന്നെ അവൾ പതിയെ കണ്ണു തുറന്നു. വാവേ. ഹരി അവളെ തന്നിലേക്ക് അടക്കി നിർത്തി. എന്തിനോ അവൻ്റെ കണ്ണൊന്ന് കലങ്ങി. എനിക്കൊന്നുമില്ല ഹരിയേട്ടാ. പെട്ടെന്ന് സന്തോഷം തോന്നിയപ്പോൾ അവൻ്റെ മുഖം കണ്ടിട്ട് വൈകി ഒന്നുമില്ല എന്ന പോലെ അവനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോകണോ? അല്ലെങ്കിൽ വാ, റെഡിയാവ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, വെറുതെ വെച്ചോണ്ടിരിക്കണ്ട. അവൾ അങ്ങനെ പറഞ്ഞിട്ടും ഹരി സമാധാനം ഇല്ലാത്തതുപോലെ വീണ്ടും പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ പോവാം. തൻ്റെ മുഖത്തേക്ക് ആദിയോടെ നോക്കി നിൽക്കുന്ന അച്ഛനെയും അമ്മയെയും ഏട്ടനെയും ഹരിയെയും ഒക്കെ നോക്കി വൈഗ പറഞ്ഞു. അവളുടെ സംസാരത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടതും പിന്നെ ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറഞ്ഞു. വൈഗ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതാണ്. ഹരി പിന്നെ ഭക്ഷണമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. രണ്ടുപേരും ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയതാണ്. എങ്കിലും അവൾക്ക് വയ്യാതിരിക്കുന്നത് കൊണ്ട് വേണ്ടെന്ന് വെച്ചു. മുറിയിലേക്ക് കയറി ഹരി വാതിലടച്ചു. ഒന്നും പറയാതെ അവൻ വേഗം വൈഗയെ ഉടുമ്പടക്കം കെട്ടിപ്പിടിച്ചു. കാറ്റ് പോലും കടത്താത്തത്രയും അടക്കി പിടിച്ചു. അവളുടെ കഴുത്തിലേക്ക് അവൻ മുഖം അമർത്തി വെച്ചു. അവളും അവനെ ചേർത്ത് പിടിച്ചു. രണ്ടുപേരും കരയുകയായിരുന്നു. അവളുടെ കഴുത്തിൽ അവൻ്റെ ചൂട് കണ്ണുനീരിൻ്റെ നനവറിഞ്ഞതും ഞെട്ടലോടെ വൈകി അവനെ തന്നിൽ നിന്ന് അകറ്റി മാറ്റി. ഹരിയേട്ടാ. അവൾ അവനെ ഞെട്ടലോടെ വിളിച്ചു. ഐ മിസ് യു. അത് പറഞ്ഞ് ഹരി അവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടു ചേർത്തു. ഒരു പിടച്ചിലോടെ വൈകി അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഐ ലവ് യു. അവളുടെ നെറ്റിയിലേക്ക് നെറ്റിമിട്ടിച്ചു വെച്ചുകൊണ്ട് ഹരി പറഞ്ഞു. പെട്ടെന്ന് എന്തു പറ്റിയതാ നിനക്ക്? ഞാൻ പേടിച്ചു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഹരി പറഞ്ഞു. ഹരിയേട്ടൻ ഇനിയും ഒരാഴ്ച കഴിഞ്ഞ് വരുള്ളൂ എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പറ്റിപ്പോയതാണ്. വൈഗ അവനിൽ നിന്നും മുഖം തിരിച്ചു. എൻ്റെ വാവയ്ക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത്. അതിങ്ങനെയായി. ഹരി അവളെ കളിയാക്കി. കുളിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും വേഗം തന്നെ കിടന്നുറങ്ങിപ്പോയി. ഹരിക്ക് നല്ല രീതിയിൽ ക്ഷീണവും ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും വീട്ടിലേക്ക് ഇറങ്ങി. ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞുവെങ്കിലും വീട്ടിൽ പോയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് വൈകി അവനോട് വീട്ടിലേക്ക് പോകാനാണ് പറഞ്ഞത്. വീട്ടിലേക്ക് കയറി മുറിയിലേക്ക് പോയി വൈഗ കട്ടിലിൽ നിവർന്നു കിടന്നു. അവളുടെ ഈ പ്രവൃത്തിയൊക്കെ ഹരി ഒരു പുഞ്ചിരിയോടെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ കട്ടിലിൽ കിടന്ന് അവനെ ഒന്ന് നോക്കി. ഞാനൊരു കാര്യം തരട്ടെ ഹരിയേട്ടാ? വൈഗ അങ്ങനെ തന്നെ ചോദിച്ചതും ഹരി അവളെ എന്താണെന്ന രീതിയിൽ സംശയത്തോടെ നോക്കി. ഇവിടെ വാ എന്ന് പറഞ്ഞ് വൈകി അവനെ അടുത്തേക്ക് വിളിച്ചു. ഹരി അവളുടെ മുകളിൽ വന്ന് കൈ കുത്തി നിന്നു. എന്താണെന്ന രീതിയിൽ അവളെ നോക്കി പുരിക ഉയർത്തി. ഞാനൊരു സാധനം തരട്ടെ? വൈഗ വീണ്ടും ചോദിച്ചു. അവളെ ഒന്ന് സംശയത്തിൽ നോക്കിക്കൊണ്ട് ഹരി തരാൻ പറഞ്ഞു. എന്തോ ഒരു സാധനം വൈകി അവന് നേരെ നീട്ടി. കൈ അടച്ചു പിടിച്ചത് കൊണ്ട് തന്നെ അതെന്താണെന്ന് അവന് കാണാൻ പറ്റിയില്ല. അവനത് കൈ നീട്ടി വാങ്ങി. കയ്യിലേക്ക് വാങ്ങിയപ്പോൾ തന്നെ അതെന്താണെന്ന് അവന് മനസ്സിലായിരുന്നു. അവൻ കട്ടിലിൽ അവളുടെ അരികിലേക്ക് കിടന്നു. കയ്യിലിരിക്കുന്ന പ്രഗ്നൻസി കാർഡിലേക്ക് കൗതുകത്തോടെ നോക്കി. ശേഷം വൈഗയെയും. ശരിക്കും അവൻ്റെ കണ്ണുകളിൽ അപ്പോഴും അത്ഭുതവും കൗതുകവുമാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് വൈഗയ്ക്ക് മനസ്സിലായി. സംശയം തോന്നിയപ്പോൾ ടെസ്റ്റ് ചെയ്തതാണ്. ബട്ട് പോസിറ്റീവാണ്. വൈഗ പറഞ്ഞതും ഹരി അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി. അവൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്നവൾക്കറിയാമായിരുന്നു. അവൾ പതിയെ അവൻ്റെ തലയിലൂടെ തലോടി. അവൾ അനങ്ങിയില്ല. കുറച്ചു കഴിഞ്ഞ് അവൾ ഇട്ടിരുന്ന ടോപ്പ് ഉയർത്തി അവൻ്റെ മുഖം വയറിലമരുന്നത് വൈകി അറിഞ്ഞു. പുഞ്ചിരിയോടെ അവൾ അവനെ ചേർത്ത് പിടിച്ചു. അന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി. അച്ഛനോടും അമ്മയോടും വൈശാഖിനോടും ഒക്കെ കാര്യം അറിയിച്ചു.
ഇന്നലത്തെ ആ തലകറങ്ങിയതിൽ നിന്ന് തന്നെ അമ്മയ്ക്കും അച്ഛനുമൊക്കെ സംശയം ഉണ്ടായിരുന്നു. വിവരം അറിഞ്ഞപ്പോൾ അവർക്കും സന്തോഷമായിരുന്നു. എല്ലാവരും ഒരുപാട് പലഹാരങ്ങളും അവളുടെ ഇഷ്ടവിഭവങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു വന്നിരുന്നത്. അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യവും അച്ഛനും അമ്മയും പറഞ്ഞിരുന്നു. എങ്കിലും ഇനി മുതൽ എന്തായാലും ഹരി വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് അത് വേണ്ടെന്ന് തന്നെ പറഞ്ഞു ഇരുവരും. രാത്രി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ അതിരില്ലാത്ത സന്തോഷമായിരുന്നു. ആരും ഇല്ലാത്ത തനിക്ക് സ്വന്തം ചോരയിലൊരു കുഞ്ഞ്. അവൻ്റെ ഹൃദയം സാന്ദ്രമായി. അവൻ്റെ ചിന്തകളിൽ എന്തായിരിക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ വൈഗ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. ഒന്നും സംസാരിച്ചില്ലെങ്കിലും രണ്ടുപേർക്കും അവരുടെ ഉള്ളിൽ എന്താണെന്ന് അറിയാമായിരുന്നു. അവളെ ചേർത്ത് പിടിച്ച് അങ്ങനെ കിടക്കുമ്പോൾ ഒരു കൈ അവളുടെ ഉദരത്തിൽ ഭദ്രമായിരുന്നു അവൻ്റെ. അവർ ജീവിക്കട്ടെ, ഹരിയും കുഞ്ഞും വൈഗയും ഒക്കെ ആയിട്ട് സ്വർഗതുല്യമായൊരു ജീവിതം. അവസാനിച്ചു. ഞാൻ കഴിഞ്ഞ പാർട്ടിൽ ഈ സ്റ്റോറീൻ്റെ ലാസ്റ്റ് പാർട്ടാണിതെന്ന് പറയാൻ മറന്നു പോയായിരുന്നു. ആൻഡ് ഇത് നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ്. ഇനി വൈഗയും ഹരിയൊന്നും ഉണ്ടാവില്ല. ഞാൻ സ്റ്റോറി സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ്സ് എ സ്മോൾ സ്റ്റോറി ആൻഡ് അധികം എക്സ്പെക്റ്റേഷൻസ് ഒന്നും വെക്കരുത് ആൻഡ് ഒരു സിമ്പിൾ ലവ് സ്റ്റോറി ആണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടം കൊണ്ട് തീരുവാണ്. ഓൺലി 32 പാർട്സ് സംതിങ് ആണുള്ളത്. അപ്പോൾ വായിച്ച് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഇതിന് മുൻപുള്ള ഒരു പാർട്ടിലും കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു പാർട്ടിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. ആൻഡ് നല്ല റെസ്പോൺസ് തന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. ആൻഡ് നാളെ മുതൽ നമ്മൾ പുതിയ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ കഥ തുടങ്ങുമ്പോഴും ഞാൻ പറയുന്നത് ചെറിയ സ്റ്റോറിയാണ്, അധികം സസ്പെൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഈ സ്റ്റോറിക്കും വലിയ സസ്പെൻസ് ഒന്നും ഇല്ല, പക്ഷേ ഫോർ എ ചേഞ്ച് ദിസ് സ്റ്റോറി വിൽ ബി എ ലിറ്റിൽ ബിറ്റ് ലോങ്ങർ. കഴിഞ്ഞ നമ്മുടെ സ്റ്റോറികളേലും ഇതൊരു ഇച്ചിരി കൂടി വലുതായിരിക്കും. ഓൾമോസ്റ്റ് ഒരു 50+ പാർട്സ് എന്തായാലും ഉണ്ടാകും. അപ്പോൾ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് പുതിയ കഥാപാത്രങ്ങളുമായിട്ട് വരാം. അതുവരെ ബൈ. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സ്റ്റോറിയായിട്ട് നാളെ വരാം. ബൈ.